2026 നിയമസഭയിലെ പ്രവചനമാണ്. ഈ പ്രവചനം തെറ്റിയ ഞാൻ എൻ്റെ പരിപാടി നിർത്തി. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇത് തുറന്നുണ്ട്. അത്ര ആത്മവിശ്വാസം എന്താ വെച്ചാൽ ഇതിന്റെ മുമ്പ് നടത്തിയ ഒരു പ്രവചനം ഇത് തെറ്റിയിട്ടില്ല. അത് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. പിന്നെ അപ്പോ അങ്ങനെ കാര്യങ്ങൾ കിടക്കാണ്. കാര്യങ്ങൾ BJP ഏറിപ്പോലെ 2 സീറ്റ് ഈ പ്രാവശ്യം നേടിയേക്കാം. അത് തള്ളിക്കളയാൻ വയ്യ. നേമമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തിരുവനന്തപുരം ജില്ലയിലെ മിക്കവാറും 2 സീറ്റ് നേടിയേക്കാം. അതുപോലെ മഞ്ചേശ്വരത്തെ കാര്യം ചെറുങ്ങനെ ഒരു ഭയമുണ്ട്. കാരണം എനിക്ക് ഒരു സംശയം കേട്ടോ, അത് SDPI വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് അത് കൂടുതൽ പോയിക്കണം, അല്ലെങ്കിൽ മുഴുവൻ തന്നെ പോയിക്കണമെന്ന് ചില മേഖലയിൽ നിന്നൊക്കെ റിപ്പോർട്ട് കിട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ മഞ്ചേശ്വരം UDF-ന് നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ അത് ഉറപ്പില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളാണ് ഈ പ്രാവശ്യം ഗതി നിർണയിച്ചിട്ടുണ്ടെന്ന് പൊതുവെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കങ്ങനെ അഭിപ്രായമില്ല. എല്ലാ വോട്ടുകളും ഗതി നിർണയിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോ ഈ ഒരു ഇതിലൊരു PC ജോർജ് ഇവിടെ എഴുതാൻ കാരണം, PC ജോർജിന്റെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്ന് ഒരു കാര്യം ശരിക്ക് പഠിച്ചെടുത്തിട്ടുണ്ട്. അയാളെ കുപിതനായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് ക്രിസ്ത്യൻ സംഘടനാ സംവിധാനങ്ങള് ഒരു സംശയവുമില്ല UDF-ന് അനുകൂലമായിട്ടാണ് നീങ്ങിക്കേണ്ടതെന്ന് 100% ഉറപ്പാണ്. അതാണ് ഇദ്ദേഹത്തിന്റെ ക്ഷുഭിതം. കാരണം അത് LDF-നാണെങ്കിൽ അത്ര ദേഷ്യം അവർക്ക് ഉണ്ടാവില്ല. ഇവർക്ക് ആരായാലും കിട്ടില്ല. ഇനി കിട്ടില്ലെങ്കിൽ ഇടതിന് കിട്ടണമായിരുന്നു, കൊടുക്കണമായിരുന്നു എന്ന ചിന്തയായിരുന്നു PC ജോർജിനും കൂട്ടർക്കുള്ളത്. പക്ഷെ ഇടതിന് കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് LDF 85 തൊട്ട് 105 സീറ്റ് വരെ പരാജയപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എൻ്റെ ഒരു വീക്ഷണമാണ്. അതുപോലെ തന്നെ UDF ഒരു 40 സീറ്റ് അല്ലെങ്കിൽ 50-ന്റെ 40-ന്റെ ഇടയിൽ സീറ്റിൽ പരാജയപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. ഒരു പക്ഷെ ഇതുപോലെ 105 സീറ്റിൽ LDF പരാജയപ്പെടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഇങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല, ഉറപ്പ് പറയാനില്ല. കാരണം BJP-ന്റെ ഇതെന്താന്ന് അറിയില്ല. തിരുവനന്തപുരം ജില്ലയിലെ ചില മണ്ഡലങ്ങളിലൊക്കെ ഒരു തോന്നലുണ്ട് BJP വിജയിക്കുമെന്നുള്ളൊരു തോന്നലുണ്ട്. പ്രത്യേകിച്ച് ഇടത് EO വോട്ടുകളിൽ ഭയങ്കരമായ നുഴഞ്ഞുകയറ്റം BJP നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണത്തിന് എതിരായുള്ള തരംഗത്തിലെ EO വോട്ടുകൾ തെക്കൻ ജില്ലയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ BJP-യിലേക്കാണ് പോയിട്ടുണ്ടെങ്കിൽ ചില മണ്ഡലങ്ങളിൽ BJP ജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല, ജയിക്കുന്ന ഉറപ്പില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ മിക്കവാറും ഒരു 3-4 സീറ്റൊക്കെ UDF-ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആ 6 വരെ 7 വരെ പോയാലും അത്ഭുതപ്പെടാനില്ല. അതുപോലെ തന്നെ മലപ്പുറം, കാസർഗോഡ്, വയനാട്, മലപ്പുറം, എറണാകുളം, വയനാട്, പത്തനംതിട്ട, അങ്ങനെ ചില എറണാകുളം അടക്കമുള്ള ചില ജില്ലകളിൽ UDF തൂത്തുവാരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ഏറ്റുപിടിച്ച് പറഞ്ഞല്ല, വിഷയങ്ങൾ പഠിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. പിന്നെ ഈ പറഞ്ഞമാതിരി ഭൂരിപക്ഷ വോട്ടുകളിലെ ഭിന്നിപ്പ്, ഭൂരിപക്ഷ വോട്ടുകൾ എല്ലാവർക്കും ഇടതിന്റെ ഒപ്പമാണ് നിലവിൽ കൂടുതലുള്ളത്. പക്ഷെ അത് മിക്കവാറും നല്ലൊരു സ്പ്ലിറ്റ് ആണ് ചാൻസ് ഉണ്ട്. BJP-യിലേക്കും കോൺഗ്രസിലേക്കൊക്കെ പോകും. പക്ഷെ കോൺഗ്രസിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഈ 105 വരെ എത്താൻ ചാൻസ് ഉണ്ട്. BJP-യിലേക്കാണ് പോകുന്നെങ്കിൽ ഒരു 85-90 സീറ്റ് ആണ് UDF-ന് വരാൻ സാധ്യതയുള്ളൂ. പിന്നെ അതേപോലെ AP വിഭാഗം വോട്ടുകള് കഴിഞ്ഞ തവണ 2021, 2016 ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് കിട്ടി, അതുപോലെ എന്തായിട്ടില്ല, അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാണ്ട്. ചില മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് പരിപൂർണമായിട്ടും കിട്ടിയിട്ടുണ്ട്, എല്ലാ മണ്ഡലങ്ങളും അങ്ങനെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ EK വിഭാഗം ഷജറകള് ഇവരെ പ്രവർത്തനമൊന്നും ഏശിയിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗത്ത് ഒരു പ്രത്യേകിച്ച് ഒരു ഇതുണ്ടാകാനും ഒരു സാധ്യതയില്ല. അപ്പോ ഇന്റേതാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ 85 തൊട്ട് 105 വരാന്ന് പറഞ്ഞല്ലോ. ഈ 85-ന്റെ താഴെയാണെങ്കിൽ ഞാൻ എൻ്റെ പരിപാടി നിർത്തി പോകുന്നതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മുമ്പൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്, KM ഷാജിക്ക് 30,000-ന്റെ താഴെ ഇല്ലെങ്കിൽ ഭൂരിപക്ഷം 30,000 താഴ്ന്നാല് ഞാൻ എൻ്റെ പരിപാടി നിർത്തി പോകുന്നു. അപ്പൊ ഇതൊക്കെയാണ് കാരണം. മറ്റുള്ള ആളുകൾക്ക് വേറെ ആർക്കും സീറ്റ് കിട്ടാനുള്ളൊരു സാധ്യതയൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.